എന്നും സാഹിത്യവും കലയും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് പ്രണയത്തെക്കുറിച്ച്, വാത്സല്യത്തെക്കുറിച്ച്, അതിജീവനത്തെക്കുറിച്ച്, സമത്വത്തിന് വേണ്ടി, ജാതീയതക്കെതിരെ, മതാന്ധതക്കെതിരെ, ഇതിനൊക്കെ എതിരെയാണ് ശബ്ദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ അറിയുവാൻ, ഇനി പുതിയ തലമുറക്ക് അദ്ദേഹത്തെ ആഴത്തിൽ അറിയുവാൻ, പരിചയപ്പെടാൻ, അതിനൊക്കെയുള്ള സന്ദർഭങ്ങൾ നമുക്കുണ്ടാവണം. അത് കേവലം ഒരു നാമധേയം കൊണ്ട് മാത്രമാവില്ല. അതിനെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? പുതിയ തലമുറയിലേക്ക് അദ്ദേഹത്തിൻ്റെ സർഗസാഹിത്യത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്, അതിൻ്റെ സർഗഭാവനയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന വളരെ ആഴത്തിലുള്ള ചിന്തകളും ആലോചനകളും ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ട് അവർ പഠിച്ചില്ല? എന്നോട് പറഞ്ഞു, ഷൗക്കത്തെ, നീ ഓരോരുത്തരും എന്തുകൊണ്ട് അക്ഷരങ്ങൾ നുണയാൻ കൊതിച്ചവരുണ്ടാവും, പക്ഷെ അവരെന്തുകൊണ്ട് അക്ഷരങ്ങൾ അവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല? അതിനെക്കുറിച്ച് നീ എഴുതണം എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ജ്യോതിർഗമയ പദ്ധതിയെക്കുറിച്ച്, ആ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു വലിയ പുസ്തകം തന്നെ DC പബ്ലിഷ് ചെയ്യുന്ന നിലമ്പൂരിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം തന്നെ ഇറക്കാൻ എന്നെ പ്രചോദിപ്പിച്ചത്. MT സുഹൃതം എന്ന സിനിമയുടെ ഒരു അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അവസാന ഭാഗം അദ്ദേഹം പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് മനുഷ്യൻ ഏകനായി നിൽക്കുന്നത്, മരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും എന്ന് MT മരണത്തെക്കുറിച്ച് പറഞ്ഞു. വാരാണസിയിലും അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എപ്പോഴും ചുറ്റുപാടും മരണത്തെ മാത്രം കാണുന്ന കാശിയിൽ അന്ന് ആ നദി ഒഴുകുന്നത്, നിശ്ചലമായി നിൽക്കുന്നതും മരണത്തെ പുൽകുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് MT വാരാണസിയിൽ എഴുതിയിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ആ സിനിമയുടെ സ്ക്രിപ്റ്റിലും അദ്ദേഹം അത് വീണ്ടും വീണ്ടും ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഒറ്റപ്പെടുന്നത് ജീവിക്കുമ്പോഴാണ്, മരിക്കുമ്പോഴല്ല. മരണത്തെ പുൽകുമ്പോൾ എല്ലാവരും ഉണ്ടാകും എന്ന് മരിക്കുമ്പോൾ MT പറയുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, എൻ്റെ മരണത്തെ ആരും ആഘോഷിക്കാൻ പാടില്ല. അനുസ്മരണ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകനുമായ ശ്രീ അസീസ്, വേദിയിലിരിക്കുന്ന സ്വാഗതഭാഷണം നടത്തിയ ശ്രീമതി ഗീത, സാഹിത്യരംഗത്തെ കുലപതികളായ, അക്ഷരങ്ങളെ പ്രണയിച്ച് മലയാളത്തിൻ്റെ സർഗസാഹിത്യത്തിൽ ഉത്തുംഗ ശൃംഖങ്ങളിൽ നിൽക്കുന്ന രണ്ട് പ്രമുഖ സാഹിത്യകാരന്മാരുടെ കൂടെയാണ് വേദിയിലിരിക്കുന്നത്. ബഹുമാന്യനായ കവിയും പ്രഭാഷകനും എഴുത്തുകാരനുമായ കൽപ്പറ്റ നാരായണൻ മാഷ്, അതുപോലെ ഞാൻ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സാര ടീച്ചർ, മറ്റു വേദിയിലിരിക്കുന്ന ശ്രീ വിജയകൃഷ്ണൻ, ശ്രീ ബാലചന്ദ്രൻ, ശ്രീ സതീഷ്, ശ്രീ സാലിഹ് അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ, പ്രിയരെ, MTയുടെ കുടുംബാംഗങ്ങളെ, സഹോദരിമാരെ, ഒരു വലിയ മനുഷ്യൻ്റെ കഥയുടെ പെരുന്തച്ഛൻ്റെ ജന്മനാട്ടിൽ വെച്ച് ആ സുഹൃത്തമായ ജീവിതത്തെക്കുറിച്ച് സ്മരണയുണർത്തുമ്പോൾ അതിലൊരു വേദി പങ്കിടാനും ആ സദസ്സ് ഇരിക്കാനും കഴിയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കറിയാം, കാലഘട്ടത്തിൻ്റെ, ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളായി, അതല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകളായി, അങ്ങനെയാണ് MTയുടെ പല കഥകളും നോവലുകളും ഇന്ന് നിലനിൽക്കുന്നത്. നാലുകെട്ടാണെങ്കിലും, വാരാണസി ആണെങ്കിലും, അസുരവിത്താണെങ്കിലും, അങ്ങനെ നിരവധി കാര്യങ്ങളിലേക്ക്. എനിക്ക് തോന്നിയത്, MT എന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ നാലുകെട്ടിന് തന്നെ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സാണ് പ്രായം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥ മുറപ്പെണ്ണ് തിരക്കഥയാകുമ്പോൾ അതിന് ആദ്യം തന്നെ വലിയ അവാർഡ് ലഭിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനാദ്യം തന്നെ മാതൃഭൂമിയുടെ അംഗീകാരം ലഭിക്കുകയാണ്, വളർത്തു മൃഗങ്ങൾ എന്ന ചെറുകഥക്ക്. അദ്ദേഹം ആദ്യമായി സിനിമാ രംഗത്ത്
സംവിധാനത്തിന് കൈവച്ചപ്പോൾ നിർമാല്യം എന്ന സിനിമയുടെ സംവിധാനത്തിലൂടെ ആദ്യത്തെ സിനിമയിൽ തന്നെ അദ്ദേഹത്തിന് ദേശീയ അംഗീകാരങ്ങൾ ലഭിക്കാനിടയായി. അങ്ങനെ തൊട്ടതെല്ലാം, നമ്മളെല്ലാവരെ കുറിച്ചും പറയാറുണ്ട്, തൊട്ടതെല്ലാം പൊന്നാക്കുന്നത്. തൻ്റെ ആദ്യ തൊടലിൽ തന്നെ, ആ തൊട്ടുണർത്തലിൽ തന്നെ വലിയ അംഗീകാരങ്ങൾ നേടിക്കൊണ്ടാണ് MT എന്ന് പറയുന്ന കഥയുടെ പെരുന്തച്ഛൻ ഈ കൂടല്ലൂരിനെ, അതിനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ അഴിവിറക്കിയപ്പോൾ ഈ കൂടല്ലൂരിനെ കുറിച്ച് അദ്ദേഹം പറയുകയും അദ്ദേഹത്തിൻ്റെ നോവലുകളിലും കഥകളിലുമൊക്കെ കഥാപാത്രങ്ങളായി തീരുകയും ചെയ്ത ഒട്ടേറെ സന്ദർഭങ്ങളുണ്ട്. ഒട്ടേറെ പ്രഭാഷകർ വേദിയിലിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്കും കടന്നു പോകുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചപ്പോൾ നമുക്കറിയാം, അദ്ദേഹം 6ാം ക്ലാസ്സിൽ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ ചേരുമ്പോൾ അന്ന് അദ്ദേഹത്തിന് 6ാം ക്ലാസ്സിൽ ചേരാനുള്ള പ്രായമില്ല. ഇവിടെ നിന്ന് കൂടല്ലൂരിൽ നിന്ന് നടന്നു പോകണം. അതുകൊണ്ട് കുമരനെല്ലൂർ ഹൈസ്കൂളിന് തൊട്ടടുത്ത് ബാലൻ നായരുടെ ഒരു വാടക വീട്ടിൽ താമസിച്ച് അദ്ദേഹവും ജ്യേഷ്ഠന്മാരും ഒരുമിച്ച് ജീവിച്ച കാലം, പിന്നീട് ജ്യേഷ്ഠന്മാർ പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ, മാത്രമല്ല എപ്പോഴും വലിയ ആധിയും ഉൾഭയവും ഒക്കെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന MT SSLC പരീക്ഷ എഴുതുന്ന സമയത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. SSLC പരീക്ഷ എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പർ അധ്യാപകൻ ഇൻവിജിലേറ്റർ ഓരോരുത്തർക്കും കൊടുത്ത് MTയുടെ അടുത്തെത്തിയപ്പോഴേക്കും അല്പം വൈകിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം വ്യാധി പൂണ്ട് പുറത്തേക്കിറങ്ങി കരയാൻ തുടങ്ങി. അവസാനം അധ്യാപകൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, വാസു, നീ വേണമെങ്കിൽ സമയം കഴിഞ്ഞിട്ടും ഒരു 10 മിനിറ്റ്, നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടൊരു 10 മിനിറ്റ് നിനക്ക് നൽകാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച കഥകൾ നിരവധിയായ. ഈ കൂടല്ലൂരിൻ്റെ ഇവിടെയുള്ള കുളങ്ങളും ഈ നിളാനിധിയും നീണ്ടു നിവർന്നു കിടക്കുന്ന വയലോലകളും ഒക്കെ മാത്രമല്ല, ഇവിടെയുള്ള ഓരോ കഥാപാത്രങ്ങളും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും അദ്ദേഹത്തെ കണ്ട, അദ്ദേഹം ചെറുപ്പകാലത്ത് വലിയ പേടിയുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലൂടെ തൊട്ടടുത്ത എരഞ്ഞിക്കൽ അമ്പലത്തിലേക്ക് ഒരു യക്ഷി സ്ഥിരമായി പോകുന്നു എന്നൊരു ഖ്യാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 7 മണിയായാൽ തന്നെ വാതിലും ജനലുമൊക്കെ കൊട്ടിയടച്ച് വീടിനുള്ളിൽ കഴിയുന്ന അന്നത്തെ MTയുടെ ബാല്യകാലത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കൂടല്ലൂരിനെ കുറിച്ച്, ഇവിടെ അസീസ് സൂചിപ്പിച്ചതുപോലെ ഈ ജന്മനാടിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ആവേശത്തെക്കുറിച്ച് അസീസോടെ സൂചിപ്പിച്ചു. അങ്ങനെയുള്ള ഈ ജന്മനാടിൻ്റെ ഒരു ആവശ്യമായി ഈ ഹൈസ്കൂളിന് MTയുടെ പേരിടണം എന്ന് പറയുന്നത് വളരെ ന്യായമായ കാര്യമാണ്. ഒരു MTയുടെ പേരിടുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അറിയുവാൻ, ഇനി പുതിയ തലമുറക്ക് അദ്ദേഹത്തെ ആഴത്തിൽ അറിയുവാൻ, പരിചയപ്പെടാൻ, അതിനൊക്കെയുള്ള സന്ദർഭങ്ങൾ നമുക്കുണ്ടാവണം. അത് കേവലം ഒരു നാമധേയം കൊണ്ട് മാത്രമാവില്ല. അതിനെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? പുതിയ തലമുറയിലേക്ക് അദ്ദേഹത്തിൻ്റെ സർഗസാഹിത്യത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്, അതിൻ്റെ സർഗഭാവനയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന വളരെ ആഴത്തിലുള്ള ചിന്തകളും ആലോചനകളും ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം, അദ്ദേഹം ആദ്യകാലത്ത് എഴുതി തുടങ്ങിയ സമയത്ത് കൂടല്ലൂർ വാസുദേവൻ നായർ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ VN തെക്കേപ്പാട്ട് എന്ന രൂപത്തിലും അദ്ദേഹം എഴുതി തുടങ്ങിയത്. കൂടല്ലൂർ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അങ്ങനെയുള്ള ആ വലിയ മനുഷ്യനെ ഈ നാട് മാത്രമല്ല, ഈ സമൂഹം മാത്രമല്ല, ലോകം മുഴുവൻ ഓർത്തിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന വലിയ ചിന്തകൾ, ആഴത്തിലുള്ള ചിന്തകൾ നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല, MT എപ്പോഴും, നമുക്കറിയാം, മരണത്തെക്കുറിച്ചും MT പറയാറുണ്ട്. MT സുഹൃതം എന്ന സിനിമയുടെ ഒരു അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അവസാന ഭാഗം അദ്ദേഹം പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് മനുഷ്യൻ ഏകനായി നിൽക്കുന്നത്, മരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും എന്ന് MT മരണത്തെക്കുറിച്ച് പറഞ്ഞു. വാരാണസിയിലും അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എപ്പോഴും ചുറ്റുപാടും മരണത്തെ മാത്രം കാണുന്ന കാശിയിൽ അന്ന് ആ നദി ഒഴുകുന്നത്, നിശ്ചലമായി നിൽക്കുന്നതും മരണത്തെ പുൽകുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് MT വാരാണസിയിൽ എഴുതിയിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ആ സിനിമയുടെ സ്ക്രിപ്റ്റിലും അദ്ദേഹം അത് വീണ്ടും വീണ്ടും ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഒറ്റപ്പെടുന്നത് ജീവിക്കുമ്പോഴാണ്, മരിക്കുമ്പോഴല്ല. മരണത്തെ പുൽകുമ്പോൾ എല്ലാവരും ഉണ്ടാകും എന്ന്
മരിക്കുമ്പോൾ MT പറയുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, എൻ്റെ മരണത്തെ ആരും ആഘോഷിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ വലിയ വലിയ എന്താ പറയുക ആർഭാടമൂലമായ വലിയ വലിയ ആഘോഷപൂർണമായ ഒരു വിരമിക്കലല്ല എനിക്ക് വേണ്ടത് എന്ന് MT തന്നെ പറഞ്ഞത് നമുക്കറിയാം. ഒരുപക്ഷെ ഒരു അംഗീകാരത്തിന് പുറകെയും MT പോയിട്ടില്ല. അംഗീകാരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൗമാരകാലത്തും അദ്ദേഹത്തിൻ്റെ യുവത്വ കാലഘട്ടത്തിലും തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു എന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, SSLC പരീക്ഷ പാസ്സായിട്ട് അദ്ദേഹം ഡിഗ്രിക്ക് കോളേജിൽ ചേർന്ന് പഠിക്കാൻ, കോളേജ് വിദ്യാഭ്യാസത്തിന് ചേർന്ന് പഠിക്കാൻ അദ്ദേഹം അതിന് ഒരു വർഷം അന്ന് പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന് ബോധ്യമായി 2 ജ്യേഷ്ഠന്മാർ പഠിക്കുകയാണ്, അതുകൊണ്ട് വാസുവിനെ കൂടെ പഠിപ്പിക്കുവാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥാ വിശേഷത്തെക്കുറിച്ച് MT തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഈ കൂടല്ലൂരിൽ നിന്ന് വളർന്ന് വലുതായി അതിൻ്റെ ഔന്നിത്യങ്ങളിലേക്ക് വന്നു കയറുമ്പോൾ ഈ നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിമിഷങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്മൃതി സദസ്സും അതുകൊണ്ട് തന്നെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ ബാല്യം മുതലേ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള വായനയിലൂടെ, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ അടുത്ത് കാണുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കഴിവ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം വായനക്കാരനെ കഥാപാത്രങ്ങളാക്കി മാറ്റുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ അദ്ദേഹത്തെ വായിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സർഗസൃഷ്ടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെയൊക്കെ കഥാപാത്രങ്ങളായി, നമുക്ക് ഓരോരുത്തരും നമ്മൾ കഥാപാത്രങ്ങളായി മാറുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് തന്നെ ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള MT വാസുദേവൻ ബാല്യത്തിൽ തന്നെ കാണാനും ഒന്ന് തൊടാനും ഒക്കെ ആഗ്രഹിച്ചു. അവസാനം ഞാൻ തിരുവനന്തപുരത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായി MTയെ നേരിട്ട് കണ്ടത്. എൻ്റെ പിതാവുമായി വളരെ അടുപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പരിചയപ്പെടാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു പഞ്ചായത്തിൽ എല്ലാവർക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് ഞങ്ങൾ രൂപം നൽകി. ആ പദ്ധതിയുടെ പേര് ജ്യോതിർഗമയ എന്നായിരുന്നു. അക്ഷരാഭ്യാസമില്ലാത്തവരും പാതി അക്ഷരം പഠിച്ചവരും ഇവരെ എല്ലാവർക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മാതൃകാ പദ്ധതിയായി ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ അത് ചെയ്തപ്പോൾ ആദ്യമായി അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയത് MTയുടെ അടുത്താണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂരിൽ വന്നു എന്ന് മാത്രമല്ല, 1600ഓളം അക്ഷരാഭ്യാസമില്ലാത്ത പഠിതാക്കളെ എനിക്ക് നേരിട്ട് സംവേദിക്കണമെന്ന് പറഞ്ഞ് അന്ന് അദ്ദേഹത്തിന് അല്പം ശാരീരികമായി ക്ഷീണിച്ചപ്പോൾ അവരെയും കൊണ്ട് ഞങ്ങൾ 16 ബസ്സുകളിലായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അവരുമായി സംവദിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സിനിമകളെക്കുറിച്ച് പാഠമൊന്നൊരു വിലാപം എന്ന സിനിമ, അതിൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് MT വാസുദേവൻ നായരുടെ സാന്നിധ്യത്തിൽ, അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്, എൻ്റെ വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് MT വാസുദേവൻ നായർ. ആ സിനിമകളുടെയൊക്കെ അതിൻ്റെ പ്രിവ്യൂ തിയേറ്ററിലെത്തി അതിരുന്ന് കാണുക മാത്രമല്ല, അത് പിന്നീട് അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്ന MT വാസുദേവൻ നായർ. അദ്ദേഹമാണ് നമ്മുടെ നിലമ്പൂരിലെ സാധാരണക്കാരായ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളോട് അദ്ദേഹം പറഞ്ഞു തന്നൊരു കാര്യം, അക്ഷരം അഗ്നിയാണ്, അക്ഷരം അതിജീവനത്തിനുള്ള ആയുധമാണ്. അദ്ദേഹം വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിയത് അക്ഷരം അഗ്നിയാണ്, അതിജീവനത്തിനുള്ള ആയുധമാണ്. അതുകൊണ്ട് അക്ഷരത്തെ നിങ്ങൾ പ്രണയിക്കുക എന്ന് അദ്ദേഹം അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളോട് പറഞ്ഞു. ഓരോ 1600 പഠിതാക്കളുടെയും ഓരോരുത്തരുടെയും കഥകളെ കുറിച്ച് സമയക്കുറവ് കൊണ്ട് അദ്ദേഹം ചോദിച്ചറിയാൻ താല്പര്യം കാണിച്ചിരുന്നുവെങ്കിലും എന്തുകൊണ്ട് അവർ പഠിച്ചില്ല? എന്നോട് പറഞ്ഞു, ഷൗക്കത്തെ, നീ ഓരോരുത്തരും എന്തുകൊണ്ട് അക്ഷരങ്ങൾ നുണയാൻ കൊതിച്ചവരുണ്ടാവും, പക്ഷെ അവരെന്തുകൊണ്ട് അക്ഷരങ്ങൾ അവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല? അതിനെക്കുറിച്ച് നീ എഴുതണം എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ജ്യോതിർഗമയ പദ്ധതിയെക്കുറിച്ച്, ആ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു വലിയ പുസ്തകം തന്നെ DC പബ്ലിഷ് ചെയ്യുന്ന നിലമ്പൂരിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം തന്നെ ഇറക്കാൻ എന്നെ പ്രചോദിപ്പിച്ചത്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹം ചുരുക്കം സമയം കൊണ്ടാണെങ്കിലും ആ ബീഡി ഒന്ന് ചുണ്ടിൻ്റെ ഇടത്തെ കോർണറിലേക്ക് ചുരുട്ടി വെച്ച് അദ്ദേഹം അല്പം കൂടുതൽ സംസാരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഓരോ വാക്കുകളിലും
കൃത്യമായ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. എന്നെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക്, എന്നെപ്പോലുള്ള സിനിമാ പ്രവർത്തകർക്ക് ഞങ്ങൾക്കൊക്കെ വേണ്ടത്, അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിലൂടെ അദ്ദേഹം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഓരോ ചെറുപ്പക്കാരനെയും പരിപോഷിപ്പിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ MT അതിനുള്ള സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ MT വാസുദേവൻ നായരുടെ ഞാൻ നിരവധി കാര്യങ്ങൾ പരാമർശിക്കാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാര ടീച്ചറുടെയും കൽപ്പറ്റ നാരായണൻ മാഷുടെയും പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. എപ്പോഴും ഈ നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്നത് ഇത്തരം എഴുത്തുകാരുടെ പ്രഭാഷണങ്ങളാണ്. എപ്പോഴും നമുക്കിവിടെ കൂടിയിരിക്കാൻ കഴിയുന്നത്, നമുക്കറിയാം, എപ്പോഴും നമ്മൾ കേൾക്കുന്നത് എൻ്റെ ജാതിയുടെ പ്രഭാഷണങ്ങൾ. അത് വാട്സപ്പിലാണെങ്കിലും ഗ്രൂപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ മതത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഭാഷണങ്ങൾ. അതിനേക്കാൾ അപ്പുറത്ത് മാനവികതയെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, അക്ഷരങ്ങളാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്കുള്ള ദൂരമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ലോകത്തൊന്നും അക്ഷരങ്ങളെ പ്രണയിച്ചവരാണ് ലോകത്തെ മാറ്റത്തിന് വേണ്ടി നിലവിലുള്ള സംവിധാനത്തോട് പടപുരുതിയത്, കലഹിച്ചത് എന്ന് ഞാനും നിങ്ങളും ഓർക്കണം. അതുകൊണ്ട് എന്നും അക്ഷരങ്ങളിലൂടെ മനുഷ്യനാവാൻ നമ്മുടെ സ്കൂളുകളും കോളേജുകളും പുതിയ ബാച്ചുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ കൂടുതൽ ഉണ്ടാവുന്നു. പക്ഷേ മനുഷ്യൻ മൃഗതുല്യരാവുന്നു. 18 വയസ്സുള്ളവൻ അമ്മയെ വെട്ടി നുറുക്കി കൊല്ലുന്നു. അവന് പ്രേരണയാവുന്നത് എന്ത് എന്ന് നമുക്കറിയാം. ഒന്ന്, ഭാര്യയെ, ഒരു അയൽവക്കത്തുള്ള ഭാര്യയെ കൊന്ന് വീണ്ടും തിരിച്ചു വന്ന് ജാമ്യത്തിലിറങ്ങി അതിൻ്റെ 2 പേരെ വീണ്ടും കൊന്ന് കൊല വിളിച്ചുകൊണ്ട് നടക്കുന്ന അച്ഛനെ വെട്ടിക്കൊല്ലുന്നു, അമ്മയെ വെട്ടിക്കൊല്ലുന്നു. എവിടെയും നിലവിളികൾ മാത്രമാണ് കേൾക്കുന്നത്. ഒരു ഭാഗത്ത് കടുവ മാന്തി കീറുകയാണെങ്കിൽ മൃഗത്തിനപ്പുറത്തേക്കാൾ മനുഷ്യൻ മൃഗതുല്യനായി അമ്മയെയും അച്ഛനെയും അയൽവക്കക്കാരനെയും വെട്ടിക്കൊല്ലുന്ന ഇരട്ടക്കൊലയും 3 കൊലയും ഒക്കെ നടക്കുന്ന ഈ കാലത്ത് നമുക്ക് സ്കൂളുകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാത്രം മതിയോ? മനുഷ്യനാവാനുള്ള വിദ്യാഭ്യാസം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? അത് ലഭിക്കണമെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഈ എഴുത്തുകാരിൽ നിന്നാണ്, അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ്, അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ്, അവരുടെ സർഗസാഹിത്യങ്ങളിൽ നിന്നാണ്. എന്നും സാഹിത്യവും കലയും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് പ്രണയത്തെക്കുറിച്ച്, വാത്സല്യത്തെക്കുറിച്ച്, അതിജീവനത്തെക്കുറിച്ച്, സമത്വത്തിന് വേണ്ടി, ജാതീയതക്കെതിരെ, മതാന്തതക്കെതിരെ, ഇതിനൊക്കെ എതിരെയാണ് ശബ്ദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യനൊന്നാവാൻ, മാനവികതയെക്കുറിച്ച് സംസാരിക്കാൻ ഈ വലിയ എഴുത്തിൻ്റെ പെരുന്തച്ഛൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ സ്മരിക്കുമ്പോൾ നമുക്ക് വലിയ രമ്യഹർമ്മങ്ങളെക്കാൾ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ മനുഷ്യനാവാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാവണമെന്ന ആ ബോധ്യം നമ്മളിൽ ഉണ്ടാക്കുക എന്നതാണ്. MT പോലുള്ള ഒരു വലിയ മനുഷ്യൻ, എന്നും നമുക്കറിയാം, ഇതിനൊക്കെ അതീതമായി ചിന്തിച്ചൊരു മനുഷ്യൻ, മാനവീയതയ്ക്ക് വേണ്ടി ശബ്ദിച്ചൊരു മനുഷ്യൻ. നമുക്കറിയാം, ചുറ്റുപാടിന്റെ പ്രകൃതി നിലനിർത്തുന്നതിനു വേണ്ടി നിളയെക്കുറിച്ച് പറഞ്ഞൊരു മനുഷ്യൻ, നീണ്ടു നിവർന്ന വയലേലകൾ എന്നും സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ മനുഷ്യൻ. MT ആദ്യമായി എൻ്റെ നിലമ്പൂരിലേക്ക് വന്നത് നിലമ്പൂർ കാടിനെ സംരക്ഷിക്കാൻ സുഗതകുമാരി ടീച്ചറുടെ കൂടെയാണ്. അങ്ങനെയുള്ള ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് എപ്പോഴും ആ മനുഷ്യൻ എന്തിനു വേണ്ടി നിലനിന്നുവോ അത് നിലനിർത്തുക എന്നതാണ്. രമ്യഹർമ്മങ്ങളെക്കാൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ മനുഷ്യൻ്റെ ഭാവനകളെ, മനുഷ്യന്റെ സങ്കല്പങ്ങളെ, ആ ആദർശങ്ങളെ അത് മനസ്സിൽ സൂക്ഷിക്കാൻ, ആഴത്തിൽ സൂക്ഷിക്കാൻ നമുക്കാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര വിപുലമായി ഇത് സംഘടിപ്പിച്ച അസീസിനെയും അതിന്റെ നേതൃത്വത്തെയും PK മൊയ്തീൻകുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ പേരിലുള്ള ഈ ട്രസ്റ്റിനെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനിയും ഇത്തരം ഒരുമകൾ, ഇത്തരം ഇടങ്ങൾ, ഈ ഇടങ്ങൾ പലപ്പോഴും നമുക്കില്ലാതെയാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മതത്തിൻ്റെ, എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, എൻ്റെ ജാതിയുടെ മാത്രം ഇടങ്ങളിൽ നിന്ന് മനുഷ്യൻ ഒരുമിച്ചിരിക്കാനുള്ള ഇത്തരം ഇടങ്ങൾ ഇനിയും ഉണ്ടാവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സദസ്സ് ഔപചാരികമായി ഇവിടെ സാര ടീച്ചറും കൽപ്പറ്റ നാരായണൻ മാഷും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരിരിക്കെ എനിക്കത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ തെരഞ്ഞെടുത്തു എന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായിട്ട് കാണുകയാണ്. അതുകൊണ്ട് ഞാനിത് അവരുടെ സമ്മതത്തോടുകൂടി, സാര ടീച്ചറുടെ സമ്മതത്തോടുകൂടി, കൽപ്പറ്റ നാരായണ മാഷുടെ സമ്മതത്തോടുകൂടി ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.